ആധുനിക രാമായണം ബൈ കീരിക്കാട് ചെല്ലപ്പൻ ആൻഡ് സംഘം. ലജ്ജാവഹം ലജ്ജാവഹം. ലക്ഷ്മണൻ അവിടെ അടിച്ചവിടെ കേറാൻ സമയമായി. പോയി വിളിച്ചോണ്ട് വാ. ചെല്ലേ. നോക്കിയിരിക്കാതെ കളിയടേ കൊരങ്ങ. ഒന്നുകിൽ എന്റെ പേര് വിളിക്കണം, അല്ലെങ്കിൽ സാറേന്ന് വിളിക്കണം. ഓ സമ്മതിച്ചെന്നെ കൊരങ്ങ സാറേ. രസം കയറി വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ഇനി അങ്ങനെ അവൻ വിളിക്കലോ അച്ഛരാ. നീ ചുറ്റുപിടി. ഫസ്റ്റ് പാർട്ടി ഇവിടെ ഇരിക്കുവാണോ? ഞാൻ ആ പെണ്ണുങ്ങളുടെ മുറിവ് തപ്പി വേഷം കെട്ടിക്കൊണ്ടിട്ട് കളിക്കുവാണ്. പിന്നെന്താ വേണം? വെളുക്ക ചവിട്ടിയാലെ കിട്ടുന്നത് 15 ഉലുവായ. അത് മേടിക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. ഇവിടെ ഒറ്റ അടിക്ക് 20 രൂപയാ. രാഘവ ലോണ്ട ശ്രീരാമ കയറാൻ സമയമായി. ലക്ഷ്മണമാ കേറായപ്പോ സൗകര്യമില്ലെന്ന് ഇന്ന് കീരിക്കാരനോട് പറ. ലക്ഷ്മണൻ ഇന്ന് സ്വല്പം ലേറ്റാവും. അല്ല, ഈ സീത ശ്രീരാമനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതെങ്ങനെയാ ലക്ഷ്മണൻ പായി നോക്കി നിൽക്കാനും? സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുവാണെങ്കിൽ ലക്ഷ്മണൻ വരാമെന്ന് ഞാൻ കീരിക്കാരനോട് പറ. തമാശ കള. സമയമായി. ലക്ഷ്മണ വാ പോയി പോവുക. ഇപ്പോഴേ പഠിക്കൂ. രാവ് പകലുള്ള ഈ ഉറക്കമുളപ്പ് ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു 5 രൂപ കാശി ഒരുക്കുമ്പോ കീരിക്കാരന്റെ മുഖം ഒന്ന് കാണണം. സമയത്ത് തട്ടേ കയറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അയാളൊന്ന് പഠിക്കട്ടെ. താ ചൂട്ടിട. വ്യക്തിവൈരാഗ്യം തോലിക്കാണിക്കാശാനെ. ഇത് നമ്മുടെ ചോറല്ല, കഞ്ഞി. അതല്ലേ ദിവസവും ചണ്ണുന്നത്. ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം. കൈമണി ചിലപ്പോ ചെല്ലടേ. ചിലപ്പോ ഏറെ വരുമ്പോ കട്ടയുടെ ആള് കാണത്തില്ല. ചെല്ലു. എത്ര നേരം ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു? ഇതാ തീർന്നു. ഇനി എടുത്താമി. സ്വാമി മാനേര് വിളിക്കുന്നു. ദിസ് ഈസ് എ ലെറ്റർ. ഈ ലെറ്റർ രോഹിണി അടിച്ചിട്ട് എന്തിനാ ചോദിച്ചത്? പറയാലോ. അത് സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി. അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന കഴിക്കാൻ മറന്നുപോയി. അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് തോന്നിയാസം കാണിക്കാൻ സാറാണിത്. സോറി സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഇല്ല സാർ. നമസ്കാരം മൈലാളി. മെല്ലെ 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 ഇറക്ക് മെല്ലെ. പതുക്കെ. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി.
കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എങ്കിൽ കിട്ടുന്ന കാശ് എല്ലാവർക്കും തുല്യമായി പങ്കിട്ടുവാ. എവിടുന്ന് കിട്ടുന്നു കാശ്? സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത്. അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവയ്ക്കാം. ഇങ്ങോട്ട് ഇറങ്ങിവാ. ആപ്പാടം ഉണ്ടായിരുന്ന കിടപ്പാടം വിറ്റ് തുളച്ചിട്ടാ കല ഉദ്ധരിക്കാൻ ഇറങ്ങിയത്. എവിടെ ഇതുപോലുള്ള 3-4 കാൽവാരികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മുതലാളി. കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചീട്ട് കളിക്കായിരുന്നു. മുഖത്ത് തേക്കണ ചായത്തിലൂടെ ഇത്തിരി പോരെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ഇവ ഇങ്ങനെ ചെയ്യുമോ മുതലാളി? പിന്നെ കഞ്ഞി കുടിക്കാൻ മഴയില്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. പിന്നെന്താ, ഉള്ളിന്റെ ഉള്ളിൽ സ്വല്പ കലയുണ്ടായിപ്പോയി. പക്ഷെ ചൂഷണം അതാരും ഇതല്ല ഞാൻ എതിർക്കും. കിടപ്പാടം വിറ്റ് കിട്ടിയ കാശിന്റെ 4 ഇരട്ടി ഇപ്പൊ ബാങ്ക് കാണുമല്ലോ. കാറ്, വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ. ഇങ്ങനെ ഗുരുത്വദോഷം പറഞ്ഞാൽ നീ ജീവിതാവസാനം പറഞ്ഞാ. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ഒറ്റത്തിന് ആത്മഹത്യയല്ലോ ആത്മാർത്ഥത എന്നെ കുത്തുവാള എടുപ്പിച്ചിട്ട് ഇവർക്ക് അടങ്ങുള്ളൂ. ഇന്നലത്തെ ചേർത്ത് എനിക്ക് തരാനുള്ള 350 രൂപ തന്നിട്ട് പോ. കിരിക്കാട് സീരിയസിലെ പൊടി എനിക്ക് മടുത്തു. മുതലാളി ആകെ 5 എണ്ണല്ലേ? എന്ത് അസ്ത്രം 2 എണ്ണമുണ്ട്, ബാക്കി 3 എണ്ണം പോയി. 3 എണ്ണം രഞ്ജത്ത് കയറിയിട്ട് വേറെ തുറന്നെടുത്തോ. എന്തോ നിങ്ങൾക്ക് വേണ്ടതെന്തിനാ ഞമ്മക്ക് അദ്ദേഹം കാണിച്ചു തരട്ടെ. ഇപ്പൊ കാണിച്ചു തരാം. കൊടുവാ. ആ കമലം ഇരിക്കെ. ഇരിക്കൊന്നും വേണ്ട, കാശിങ്ങ് തന്നാ മതി. അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര വാങ്ങി? ഇനി എത്ര അങ്ങോട്ട് തരാനുണ്ട് എന്നൊക്കെ നോക്കണ്ടേ? വേണ്ട, കണക്ക് എനിക്കറിയാം. കഴിഞ്ഞ 3 സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള 450 രൂപ 85 രൂപ ഞാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി 365 രൂപ. കമലം, എടുപിടിയും ഒരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കും ആലോചിക്ക. ആലോചിക്കാനൊന്നുമില്ല. എന്താണോ? ഒന്നുമില്ല, ഞാൻ പല്ല് വെച്ചില്ല. അപ്പൊ എത്ര വേണ്ടെന്നാ പറഞ്ഞത്? 365 രൂപ. 365 രൂപ. 65 രൂപ. ഇത് 250 അല്ലേ ഉള്ളൂ? എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ. ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇനി ചോദിക്കാൻ അവന്മാരെന്നെ തല്ലും. കാശ് കൂടി അഡ്വാൻസ് മേടിച്ചിട്ടില്ലേ സ്റ്റേജിൽ കയറിയത്? കളിക്കാതെ കാശ് എടുക്കുന്നുണ്ടോ? ഇനിയുള്ള കാശ് താൻ വായിക്കരിക്ക് കൂട്ടി വെച്ചോ. മക്കി സുബ്രഹ്മണ്യല്ലേ പാട്ടി? உள்ள இருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പേര് അമ്മച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ലേ. செய்யலையா? ചെയ്യല്ലേ? இந்த மூளையோட காலில என்ன போட்டிருக்குன்னு பாருடா. കാലില് ചെരുപ്പ്. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி? என்ன பாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்புதானே? തപ്പ് തപ്പ്. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உன்கிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு? இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பல்லேன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. അയ്യോ ഏതോ அதை எடுத்து புறத்துட்டோம். உணர்வு கிட்ட முண்டம் പാട്ടി. பாட்டி சங்கர சங்கர